ഹത്രാസിലെ പെൺകുട്ടി എൻ്റെ മകൾ. ഇങ്ങനെയാണ് ഹത്രാസിലെ ക്രൂരപീഡനം നടന്നപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി പറഞ്ഞത്. ഇപ്പോൾ കൊൽക്കത്തയിലെ വിഷയം വന്നപ്പോൾ മകളെന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കൊപ്പമാണെന്നോ, ആ പെൺകുട്ടി വളരെ വലിയ ക്രൂരപീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്, അതിനെന്ത് നീതിയാണ് നടപ്പാക്കാൻ മമത ശ്രമിക്കുന്നത്? അവിടെ ഏതായാലും ബംഗാളിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് സംശയമില്ല, കൊൽക്കത്ത ആകെ തന്നെ കലുഷിതമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇനാക്ഷൻ അതിനകത്ത് ഒരുപാടുണ്ട്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായതിന് ശേഷം അതിനകത്ത് വളരെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആ മാതാപിതാക്കളോട് ആദ്യം വിളിച്ചു പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് പറയുന്നത് അത് അസുഖബാധിതയാണെന്നാണ്. എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോൾ ഈ ഫോൺ വിളിച്ച് പറഞ്ഞവൻ പറയുന്നത് അവനതിന് ഡോക്ടറല്ലെന്നാണ്. അത് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞ ഉടനെ അടുത്ത കോളേജിൽ നിന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കാണുന്ന ഒരു രീതിയിലാണ്. ഇപ്പോൾ ഇതെല്ലാം അതൊക്കെ വലിയ മാറി. കാരണം ഇവര് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് ആർക്കും അതിനെ സംബന്ധിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല. വൈ ഈ പെൺകുട്ടിയുടെ എന്നിട്ട് അത് കുറേ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നോ ഏതാണ്ടൊക്കെ കാണിക്കാനൊരു ശ്രമം നടത്തി. ആ പെൺകുട്ടി നഗ്നയായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ശരീരമാസകല മുറിവുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കിടക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും ഇതിനെ കണ്ടാൽ മനസ്സിലാവും ഇത് ബലാത്സംഗം ചെയ്ത് ഇതിനെ കൊലപ്പെടുത്തിയേക്കാണ്. എന്നിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം അതിനകത്ത് അത് വളരെ എവിഡൻ്റാണ്. ഈ പെൺകുട്ടിയുടെ മാതാക്കൾ ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് അവിടെ വരുന്നു. വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ 3 മണിക്കൂർ സമയം അവരെ ഇപ്പം അനുവദിച്ചില്ല. അവർക്ക് ഈ ബോഡി ഒന്ന് കാണണം. അതാണ് അവർ പറയുന്നത്. അവർ കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ട് പോലും തയ്യാറായില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കൽക്കട്ട ഹൈക്കോടതി ഇതിനെതിരെ നടപടിയെടുത്തിട്ട് ദേവർ പുൾഡം. അതായത് അവിടുത്തെ സഞ്ജയ് ഘോഷ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ, അയാൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ പേര് വിവരം പ്രസിദ്ധപ്പെടുത്തി. ഇതാണ് പ്രശ്നം. അയാൾ വെളിവാക്കി. അതൊരു ക്രിമിനൽ കുറ്റമാണ്. നമുക്ക് ഈ നിർഭയ സംഭവത്തിന് ശേഷം ഇത് ഇങ്ങനൊരു കാര്യം, ഈ പെൺകുട്ടിയുടെ പേര് വെളിവാക്കുക എന്ന് പറയുന്ന ഒരു ഒഫൻസാണ് അയാൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്തവനെ ഉണ്ടല്ലോ, അവനെ ശിക്ഷിക്കുന്നതിന് പകരം, അവൻ്റെ പേരിൽ നടപടി എടുക്കുന്നതിന് പകരം അവനടുത്ത് നമ്മൾ വിചാരിച്ചു അവന് വേണ്ടി വീണ്ടും ഫേവർ ചെയ്യുകയാണ് ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ അയാൾ സ്വമേധയാ രാജി സമർപ്പിക്കാമെന്ന് പറഞ്ഞു. നിവൃത്തിയില്ല. കാരണം അവിടെ അയാൾക്ക് ജോലി ചെയ്യാൻ ഇനി പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തു നിന്ന് പോലും അയാൾ രാജി കൊടുക്കുകയാണ് എന്നാണ് അയാൾ പ്രഖ്യാപിച്ചത്. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താ, അടുത്ത പിറ്റേ ദിവസം അയാളെ ഇതിലും വലിയ മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ്റിൻ്റെ, കൽക്കത്തയിലെ നാഷണൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായിട്ട് വെക്കുകയാണ്. ഇതേപോലെയാണ് അവിടുത്തെ സൂപ്രണ്ട്. ആ സൂപ്രണ്ടിനെയും യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മാറ്റിയിട്ട് ചെയ്തത് ഈ കൽക്കട്ടയിലെ നാഷണൽ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മനഃപൂർവ്വമുള്ള ഒരു ഇടപാടായിട്ട് ആർക്കും മനസ്സിലാവും കണ്ടാലും. ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഈ മമതാ ബാനർജിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇത്രത്തോളം ഒരു വീഴ്ച ഈ അടുത്ത സമയത്ത് നമ്മൾ പല സന്ദേശ് കാലി ആ സംഭവത്തിലൊക്കെ നമ്മൾ കണ്ടു, പല പ്രശ്നങ്ങൾ കണ്ടു. എങ്കിൽ പോലും ഇത്രത്തോളം ഗുരുതരമായ ഒരു വീഴ്ച ഇത് വെളി എന്നുള്ളത് ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് ദഹിക്കാത്ത ഒരു കാര്യമാണ്. അതിനകത്ത് കൽക്കട്ട ഹൈക്കോടതി അത് ശക്തമായ നടപടിയെടുത്തു. ഈ പ്രിൻസിപ്പൽ, അതായത് ഈ പറഞ്ഞ സഞ്ജയ് ഘോഷിനെ എങ്ങനെ രണ്ടാമത് വീണ്ടും അവിടെ പ്രതീക്ഷിച്ചു, നിർബന്ധമായിട്ട് അവധി പൊക്കോളാൻ പറഞ്ഞു. കോടതി ഓർഡർ ചെയ്യുകയാണ്. അതായത് യഥാർത്ഥ എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ജുഡീഷ്യറി കൈയെടുക്കേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണേണ്ടത്. ഇതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അത് സ്വമേധയാ അത് കോഗ്നിസൻസ് എടുത്തു. അവരതിലേക്ക് നടപടികൾ തുടങ്ങി, കേസ് രജിസ്റ്റർ ചെയ്തു. അവസാനം അത് ബംഗാൾ ഗവൺമെൻറ്റിനെ രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ചത്. അപ്പോൾ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ പിറ്റേന്ന് സംഭവിച്ചേക്കുന്നത് ഏതാണ്ട് 100ഓളം ഗുണ്ടകൾ
ഈ കോളേജിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ സാധനങ്ങൾ മുഴുവൻ നശിപ്പിക്കുക, അവിടെയുള്ള കണ്ടവരെ എല്ലാം അടിക്കുക, ഡോക്ടേഴ്സിനെ ആയാലും നേഴ്സുമാരെ ആയാലും, എന്നിട്ട് നേഴ്സുമാരെ ഭീഷണിപ്പെടുത്തുന്ന നിന്നെ എല്ലാം ബലാത്സംഗം ചെയ്യുന്നതാണ്. ഇത് പറയാനുള്ള ഇടയുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ആ സംസ്ഥാനത്ത് എൻ്റെ ലോ ആൻഡ് ഓർഡർ തകർന്നില്ലേ? അതല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിനോട് അവിടുത്തെ ഗവർണർ നമ്മൾ കണ്ടു, സാധാരണഗതിയിൽ അങ്ങനെ വരാറില്ല. ഒരു സിറ്റിംഗ് ഗവർണർ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പങ്കെടുക്കുന്ന ഞാൻ കണ്ടു. അതിനകത്ത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് വേറെ താല്പര്യങ്ങളുണ്ട്. കാരണം ഗവർണർക്കെതിരെ ഇതുപോലുള്ള സമാനമായ അലിഗേഷൻ ഒരുപാട് വന്നതാണ്, ഒരു സ്ത്രീ വിഷയത്തിലൊക്കെ വന്നതാണ്. അപ്പോൾ അതൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ഏതായാലും ഇതിനകത്ത് ഗവർണർ ഇപ്പോൾ ശക്തമായി ഇടപെടുന്നുണ്ട് കേട്ടോ. കാരണം ഇനി ഗവർണറുടെ പ്രതിച്ഛായ നോക്കുന്നത്, ഇത് ആളുകൾ അവരവരുടെ പ്രതിച്ഛായ നോക്കുന്നത്, അല്ലാതെ ഈ സംഭവത്തിൻ്റെ ഗൗരവമല്ലല്ലോ നോക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും നടക്കരുത്. ഹത്രാസിലെ പെൺകുട്ടി സ്വന്തം മകളാണ് എന്ന് പറഞ്ഞ മമതാ ബാനർജിക്ക് ഈ പെൺകുട്ടിയും അവരുടെ മകളാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകട്ടെ. ഈ പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതല്ലേ. അത് ഏതാണ്ട് ഒരു 2 മണിയോടുകൂടി അത് ഒന്ന് വിശ്രമിക്കാൻ പോയതാണ്. അതിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സെമിനാർ ഹാളിൽ, അല്ലാതെ അവിടെ പ്രത്യേകിച്ച് കിടക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല ഇവർക്ക്. ഉറങ്ങണ്ടേ? 10-30 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് ഉറക്കമില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കത്തില്ലേ മനുഷ്യന്? അതിന് പോയതാണ്. ആ കുട്ടിക്ക് അവിടെ പോയപ്പോൾ ഉണ്ട അനുഭവമാണ് ഒരു വലിയ കൊടി ക്രിമിനലിൻ്റെ കയ്യിൽ നിന്ന്. ഇത് ഒന്നിലധികം ആളുകളുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ അവിടുത്തെ ഡോക്ടേഴ്സ് സമരം നിർത്തില്ല എന്നാണ് ജൂനിയർ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത്. അവിടെ സമരം നടക്കുകയാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് CRPF-നെ അവിടെ നേരിട്ട് ഹൈക്കോടതി പറഞ്ഞു ഡിപ്ലോയ് ചെയ്യാനായിട്ട്. കാരണം അവിടുത്തെ സ്റ്റേറ്റ് പോലീസിന് വിശ്വാസമില്ല സുപ്രീം കോടതിക്ക്. ആ ഒരു കാഴ്ചപ്പാട് വരിക എന്ന് പറയുമ്പോൾ മമതയുടെ ഒരു ഭരണത്തിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു സുപ്രീം കോടതി. അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ വലിയ ക്രിറ്റിസിസമാണ് ഉണ്ടായിരിക്കുന്നത്, വിമർശനം. ഈ വിമർശനത്തിനെയൊക്കെ അവർ യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളണം. ഇല്ലെങ്കിൽ മമതയുടെ പാർട്ടിക്കുണ്ടല്ലോ അവിടെ CPM-ന് വന്ന ഗതികേട് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അവിടെ CPM 40 വർഷം ഭരിച്ച ഒരെണ്ണമാണ്. ഇപ്പോൾ അവിടെ CPM-നെ നമുക്ക് ഒന്ന് തൊട്ടുകൂട്ടാൻ കിട്ടത്തില്ല, ഇല്ല, സംഭവിക്കില്ല. ആ രീതിയിലായി. ഇനി ഇതേപോലെ തൃണമൂൽ കോൺഗ്രസിന് അവിടെ മൃഗീയ ഭൂരിപക്ഷമുണ്ട്, ശരിയാണ്. പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച 40 വർഷക്കാലത്തേക്ക് ഇവരിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. കാരണം ഇനി അവിടെ തൃണമൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അവിടെ സ്ത്രീകളുടെ രോഷം എന്ന് പറയുന്നത് അതുപോലാണ്. ആ സംസ്ഥാനത്ത് ആകെപ്പാടിയെ അത് കത്തിപ്പടരുകയാണ് ആ രോഷം. അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഗവൺമെൻറ്റിനാവില്ല. ഇനി ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു. ഹൈക്കോടതിയുടെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങി, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങി. ഇത് ഈ രീതിയിൽ കൂടുതൽ നാൾ പോകാൻ പറ്റത്തില്ല. ഇനി ഒരു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു കാഴ്ചപ്പാട് എടുക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ മുഴുവൻ ലോ ആൻഡ് ഓർഡർ തകർന്നിരിക്കുന്നു, അവിടെ ഭരണം അവിടെ മുഴുവൻ അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഭരിക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇതിനെ ഇവരെ പിരിച്ചുവിട്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രസിഡന്റ് ഭരണമായാലും നമുക്ക് സംശയിക്കാനൊന്നുമില്ല, അതിശയിക്കാനില്ല അതിനകത്ത്. കാരണം ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മമതയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടില്ലാവും, അതിലൊരു സംശയം വേണ്ട. തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യവും ബുദ്ധിമുട്ടില്ലാവും. സാർ, ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിലാണോ എങ്കിൽ ഇതിപ്പോൾ ഈ നടന്നിരിക്കുന്ന സംഭവം വളരെ ക്രൂരമായ ഒരു സംഭവമാണ്. ഒന്നിലധികം പേർ ഈ പെൺകുട്ടിയുടെ പീഡനത്തിൽ ഉണ്ടാകാമെന്ന് തന്നെ അവിടെ പലരും ദൃക്സാക്ഷികളായ പലരും പറയുന്നുണ്ട്. കാരണം ആ ബോഡി കണ്ടിട്ടൊക്കെ അത്തരത്തിൽ പലർക്കും മനസ്സിലാവുന്നുണ്ട് ഒരാളല്ല അതിക്രൂരമായ പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട് എന്നുള്ളത്. ഇത് BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചയാക്കിയേനെ, വലിയ വിവാദമൊക്കെ ആക്കിയേനെ. പക്ഷെ ബംഗാളിലായതുകൊണ്ട് വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇത് പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഹാഷ്ടാഗുകളിലൊന്നും ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ കാരണം ഞാനിത് പത്രമാധ്യമങ്ങളിലൂടെ ഞാനിത് മുഴുവൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് നമ്മുടെ ഹിന്ദു, നമ്മുടെ ദേശീയ ദിനപത്രമല്ലേ ഹിന്ദുവിൻ്റെ മെനഞ്ഞാന്നത്തെ ഹിന്ദുവിനകത്ത് മെനഞ്ഞാന്നോ അതിൻ്റെ തൊല്ലേന്നുള്ള ഹിന്ദുവിൽ എൻ്റെ സെൻട്രൽ സ്പ്രെഡ് അതിൽ മുഴുവൻ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ കൊൽക്കത്ത ബംഗാൾ എന്നുള്ളതാണ് ആ വന്നിരിക്കുന്ന ഫുൾ പേജ് കവറേജ് ആയിരുന്നു. അത് ഹിന്ദു പത്രം അത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മലയാള പത്രങ്ങൾ മാതൃഭൂമി അതിനകത്ത് വന്നിട്ടുണ്ട്, ഇഷ്ടമാതിരി വരുന്നുണ്ട്. കേരള കൗമുദിയിൽ ന്യൂസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുന്ന പത്രങ്ങളാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ വിശദമായ ന്യൂസ് വന്നു. പിന്നെ ചാനൽ ചർച്ചകൾ അത് വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുന്നില്ല, വന്നിട്ടുണ്ട്. അതല്ലാതെ മാധ്യമങ്ങളൊന്നും ഇതിനെ തമസ്കരിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് മാധ്യമങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിലേക്ക് വെളിയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഈ ബംഗാളിലെ സംഭവം ജനങ്ങൾ അറിയത്തില്ല. ആ രീതിയിലാണ്. നമുക്ക് അങ്ങനെ ഇത് ഒതുക്കി തീർത്തു. ഇതൊരു BJP ഭരിക്കുന്ന സംസ്ഥാനമായിരുന്നെങ്കിൽ ഇങ്ങനൊന്നുമല്ല, ഇതിനപ്പുറം പറഞ്ഞേനെ എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ഹത്രാസിലൊക്കെ നടന്ന സംഭവം അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇതിന് മാധ്യമങ്ങൾ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ കാണുന്നതും. കാരണം അവിടെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. വേറെ ചില സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലാനൊക്കത്തില്ല, ചെല്ലുന്നവരെ പിടിച്ച് ജയിലിൽ ഇടും. ഇതങ്ങനെ സംഭവിക്കുന്നില്ല. അത് മാധ്യമങ്ങൾക്ക് കോച്ചുവിലങ്ങടാനായിട്ട് ശ്രീമതി മമത ഒരു കാരണവശാലും ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് നേരെ മറിച്ച് UP-യിലൊക്കെ സംഭവിച്ചേക്കുമ്പോൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവന്മാരൊക്കെ ചെല്ലത്തില്ല, അതിനു മുമ്പേ പിടിച്ച് ജയിലിടും. എത്രയോ വർഷം കിടക്കും. അത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, നമ്മളെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിപ്പം പക്ഷേ ഇതൊരു കാരണവശാലും ഈ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുള്ള ഇനാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഓവർ റിയാക്ഷൻ അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. അതിന് ഒരു ഒഴിവഴിവും അവർക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് വലിയ പ്രശ്നങ്ങൾ. ഇതിന്റെ പേരിൽ മമത രാജിവെച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എനിക്ക് അവരുടെ സ്വഭാവം വെച്ച് എനിക്ക് അങ്ങനെയില്ല ഒരു കാരണവശാലും. അത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുമ്പോൾ അവർ ഇതുപോലെ ഇതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരുന്നവരാണ്. അവരെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരുടെ കൂടെയുള്ള ആളുകൾ പോയാൽ പോലും അവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രത്തോളം സ്റ്റബേണായിട്ടുള്ള ഒരു വനിതയാണ്. അവർ ആ രീതിയിൽ തന്നെ പെരുമാറുന്നവരാണ്. അവർ പിടിച്ചു നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ സ്വമേധയെ രാജിവെച്ച് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി രാജിവെച്ചാൽ അതിന് മറുമരുന്ന് ആരാണ്, എന്താ ഉള്ളത്, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് ആരെയും നമുക്ക് നല്ലതെന്ന് ഇപ്പം പറയാൻ പറ്റുന്നില്ല. രാഷ്ട്രീയക്കാരെ ആ രീതിയിലേക്ക് രാഷ്ട്രീയം അതപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന രാഷ്ട്രീയക്കാരൻ നല്ലത്, ഇന്നേരെ കൊള്ളത്തില്ല എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മമതാ ബാനർജിക്ക് ഭാഗത്ത് നിന്ന് ഈ ഒരു വീഴ്ച ഉണ്ടായതൊഴിച്ചാൽ വേറെ ആ സന്ദേശ് കാലിൽ ഈ അടുത്ത കാലത്തൊക്കെ അവർക്ക് വളരെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു വ്യതിചലനമാണ് അവർ കാണുന്നത്. അല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്വയമേ രാജിവെച്ച് പോയില്ലെങ്കിലും ഈ സ്ഥിതി ഈ രീതിയിൽ വഷളായിക്കൊണ്ടിരുന്നാൽ, ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അവസാനം അത് അവിടെ സെൻട്രൽ ഗവൺമെൻറ് ഭരണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ആ രീതിയിലേക്കാം. അത് കണക്കാക്കാൻ നമ്മളല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര ഹോം ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് അത് നോക്കേണ്ടത്. അവർ നോക്കിയിട്ട് കാരണം അവിടെ ഇത് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ തന്നെ അവിടുത്തെ ബംഗാളിലെ പ്രസിഡന്റ് ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ് അദ്ദേഹം നമ്മുടെ ഈ ഇന്ത്യൻ പ്രസിഡന്റിനെ പോയി സന്ദർശിച്ചു, കണ്ട് ചർച്ച നടത്തിയതായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിന് എന്തോ അവിടെ പ്രസിഡന്റിനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ആ പശ്ചിമബംഗാൾ ഗവർണറുടെ ആ വിവക്ഷ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ടത് അവിടെ ലാ ആൻഡ് ഓർഡർ ആകപ്പാടെ തയ്യാറായി എന്നുള്ളതാണ് പറയുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്താൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ മമത വിൽ ഹാവ് ടു ഗോ ഔട്ട്. മിക്കവാറും വേണ്ടി വന്നേക്കാം. ഓക്കെ സാർ, വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.